ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായി നിറഞ്ഞുനിന്ന പ്രശാന്ത് കിഷോർ മറ്റു വലിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകുന്ന ജന സൂരജ് അഭിയാൻ ഒക്ടോബർ 2-ന് ഔപചാരിക രാഷ്ട്രീയ പാർട്ടിയായി പരിണമിക്കും. ഈ പരിവർത്തനത്തിന് അടിത്തറ പാകുന്നതിന് 8 സംസ്ഥാനതല യോഗങ്ങളുടെ ഒരു പരമ്പര ജനസൂരജ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചേരുന്ന ഈ യോഗങ്ങളിൽ ബീഹാറിലുടനീളം പ്രചരണവുമായി ബന്ധപ്പെട്ട 1.5 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം. ഈ യോഗങ്ങളുടെ പ്രാഥമിക അജണ്ട പുതിയ പാർട്ടി രൂപീകരണ പ്രക്രിയയ്ക്ക് അന്തിമ രൂപം നൽകും. അതിൽ നേതൃത്വ ഘടന സ്ഥാപിക്കുക, ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക, പാർട്ടിയുടെ മുൻഗണനകൾ നിശ്ചയിക്കുക എന്നിവ ഉൾപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായി ജില്ലാ ബ്ലോക്ക് തല ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ ദിവസം പട്നയിൽ ചേർന്നിരുന്നു. പ്രശാന്ത് കിഷോർ തന്നെയാണ് ജൻസൂരജ് പ്രചരണത്തിന് പിന്നിലെ ചാലക ശക്തി. ബീഹാറിൽ പരിവർത്തനാത്മകമായ മാറ്റം കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടോടെ ആരംഭിച്ച ക്യാമ്പയിൻ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ തുടങ്ങിയ പ്രധാന വിഷയങ്ങളെ അഭിസംബോധന ചെയ്ത് താഴെത്തട്ടിൽ പൊതുജനങ്ങളുമായി ഇടപഴകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 പാർട്ടി രൂപീകരണത്തിന് തിരഞ്ഞെടുത്തതിലൂടെ വ്യക്തമായ സന്ദേശം നൽകാനാണ് പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നത്. 2025-ലാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാറും JDU-വും വൻതോതിലുള്ള ഭരണവിരുദ്ധതയെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. മാത്രമല്ല, RJD നേതാവ് തേജസ്വി യാദവിന് പരമ്പരാഗത മുസ്ലിം യാദവ് വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തങ്ങൾക്ക് ഇടം കണ്ടെത്താനാകും എന്നാണ് പ്രശാന്ത് കിഷോറും കൂട്ടരും കണക്കാക്കുന്നത്. ഈ മാസം ആദ്യം ജൻസൂരജ് ക്യാമ്പയിനുമായി സഹകരിക്കുന്നതിനെതിരെ തങ്ങളുടെ അണികൾക്ക് മുന്നറിയിപ്പ് നൽകി RJD സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. ഇതിനു പിന്നാലെ ബീഹാറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന RJD ജൻസൂരജ് ഒരു രാഷ്ട്രീയ പാർട്ടിയാകുമെന്ന പ്രഖ്യാപനത്തിൽ പരിഭ്രാന്തരായിരിക്കുകയാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് ജൻസൂരജ് രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇതുവരെ കണ്ട പ്രശാന്ത് കിഷോർ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. സ്വന്തം പാർട്ടി രൂപീകരിച്ച് തന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം ഉപയോഗിച്ച് BJP-യെയും മറ്റു പാർട്ടികളെയും പുറത്താക്കി സ്വന്തം പാർട്ടിയെ ഇന്ത്യയിൽ കെട്ടിപ്പൊക്കാനുള്ള പ്ലാനിലാണ് പ്രശാന്ത് ഇന്ന്. ഇത് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉറക്കം കെടുത്തുമെന്നതിൽ ഒരു സംശയവും വേണ്ട.